അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ ആരംഭിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മോക്ക് ഡ്രിൽ നടത്തുകയാണ്. സംസ്ഥാനത്ത് 126 ഇടങ്ങളിൽ സൈറൻ സജ്ജമാണ്. വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിൽഡ് ഡിസൂസ, മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നു, സൈറൻ മുഴങ്ങിക്കേൾക്കുന്നു, വിവരങ്ങൾ. അശ്വിനി, സൈറൻ ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലാണ്. ഇവിടെയാണ് സംസ്ഥാനത്ത് സൈറൻ, അതായത് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സൈറൻ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് 126 ഇടങ്ങളിലാണ് സൈറൻ സജ്ജമാകുന്നത്. ഈ സജ്ജമാകുന്നിടത്ത് 104 ഇടങ്ങളിൽ സൈറൻ മുഴങ്ങും. ഇപ്പോൾ ഇവിടെ സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മോക്ക് ഡ്രിൽ മാത്രമാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ വ്യോമാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ സജ്ജമാകണം, അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ മോക്ക് ഡ്രിൽ സംസ്ഥാനത്ത്, അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്യവ്യാപകമായി എല്ലായിടത്തും 4 മണിക്ക് ഒരു മോക്ക് ഡ്രിൽ, അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു ദുരന്തം ഉണ്ടാവുക, പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അത് വ്യോമമാർഗമായാലും ഏത് രീതിയിലായാലും ആക്രമണം ഉണ്ടാകുമ്പോൾ എത്രത്തോളം സജ്ജമാണ്, അതായത് ഒരു സാധാരണഗതിയിൽ വ്യോമാക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ സജ്ജരായി സുരക്ഷിതരായി ഇരിക്കണം എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ, ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഇത് യാതൊരു വിധത്തിലുള്ള ജാഗ്രതയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്വീകൃതിയൊക്കെ വിലയിരുത്തിയിരുന്നു. ഇതൊരു മോക്ക് ഡ്രിൽ എന്നത് പറയുന്നത് ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമല്ല. പക്ഷേ ഇപ്പോൾ മോക്ക് ഡ്രിൽ നടത്തുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രധാനമായും കൂടുതൽ ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്ന് സൈറൻ മുഴങ്ങിക്കഴിഞ്ഞു. ഈ 4 മണിക്ക് ആരംഭിച്ച സൈറൻ 4:29 വരെ പല തവണകളായി സൈറൻ 3 മിനിറ്റ് ദീർഘത്തിൽ സൈറൻ മുഴങ്ങുന്നു. ആ സൈറൻ മുഴങ്ങുന്ന സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടങ്ങളിൽ, ഏറ്റവും ഉയരത്തിലുള്ള കെട്ടിടങ്ങളുടെ മുകൾ ഭാഗത്ത് നിൽക്കുകയോ ചെയ്യരുത്. അങ്ങനെ നിൽക്കുന്നവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. അത് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ്, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക എന്ന രീതിയിലാണ് ഇപ്പോൾ മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഇത് നേരത്തെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും അതോടൊപ്പം തന്നെ ആശുപത്രികളും ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇതിനോട് സഹകരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർമാർക്കാണ് ഇതിന്റെ ചുമതല. അതായത് ഈ മോക്ക് ഡ്രിൽ യാതൊരു വിധ തടസ്സങ്ങളൊന്നുമില്ലാതെ മോക്ക് ഡ്രിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടർമാർക്കാണ്. അതനുസരിച്ച് എല്ലാവിധമായ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. തിരുവനന്തപുരത്ത് തന്നെ വിവിധ ഇടങ്ങളിൽ, വികാസ് ഭവൻ, സെക്രട്ടേറിയറ്റ്, ഒപ്പം തന്നെ ലുലു മോൾ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലൊക്കെ മോക്ക് ഡ്രിൽ നടത്തുകയാണ്. ഇതിപ്പോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ ഈ സൈറനാണ്, അതായത് കൃത്യം 4 മണി മുതൽ 4:30 വരെയുള്ള സൈറൻ മുഴങ്ങുന്നു, അല്ലെങ്കിൽ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള സൈറൻ മുഴങ്ങുന്നതിനുള്ള നിർദ്ദേശമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതുമായി എല്ലാ രീതിയിലും, അതായത് ഒരു വീടുകളിൽ കഴിയുന്ന ഇപ്പോൾ ഉള്ളവരെ അത് കൃത്യമായി തന്നെ താഴത്തെ നിലയിലേക്ക് മാറുക, അതടക്കമുള്ള നിർദ്ദേശങ്ങളും മാത്രമല്ല ആംബുലൻസ്, ആശുപത്രി സൗകര്യങ്ങളൊക്കെ തന്നെ സജ്ജമാകുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിയന്തര സാഹചര്യത്തെ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണം മാത്രമാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയില്ല. കാരണം എല്ലാ തയ്യാറെടുപ്പും പൂർത്തി, എല്ലാ സുരക്ഷാ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് രാജ്യമുള്ളത്. പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ നേരിടുക, അതാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, 1971 ശേഷം ആദ്യമായാണ് ഈ രീതിയിൽ ഒരു മോക്ക് ഡ്രില്ലിന് ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ സാഹചര്യം നേരിടാം എന്ന രീതിയിൽ രാജ്യം പൂർണ്ണ സജ്ജമാണ്, എല്ലാം നേരിടാൻ നമ്മൾ സജ്ജമാണ്. നമുക്കറിയാം, ഈ അപകടമില്ലാതെ മോക്ക് ഡ്രിൽ നടപ്പാക്കണമെന്ന നിർദ്ദേശമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 4:28 മുതൽ സുരക്ഷിതമെന്ന സൈറൻ 30 സെക്കൻഡ് മുഴങ്ങുമല്ലോ. ഉറപ്പാണ്. കാരണം എല്ലാ സജ്ജീകരണങ്ങളും, അതായത് ഏത് രീതിയിലൊരു അടിയന്തരമായ സാഹചര്യം അല്ലെങ്കിൽ ഒരു അപകടമോ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടുന്നതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. രാജ്യവ്യാപകമായി തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്ത് പോലും ദുരന്ത നിവാരണ ഓഫീസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ബന്ധപ്പെട്ട ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഈ മോക്ക് ഡ്രിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും 2 തവണ യോഗം ചേർന്നാണ്, ഉന്നതതല യോഗം ചേർന്നാണ് സജ്ജീകരണങ്ങളൊക്കെ വിലയിരുത്തിയത്. അതിന്റെ ഭാഗമായി ഇന്നും യോഗം ചേർന്ന് ഈ മോക്ക് ഡ്രിൽ നടത്തുന്നതിന് കൃത്യമായ നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്കും നൽകിയിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ഇത് നൽകുന്നത്
സന്ദേശം എന്ന് പറയുന്നത് ഏത് രീതിയിലൊരു അടിയന്തരമായ ഒരു ഘട്ടം ഉണ്ടായാലും അതൊക്കെ നേരിടാനായി, കാരണം ഇതിനപ്പുറത്തേക്ക് എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുകയും അതിനനുസരിച്ച് അതിനോടൊപ്പം എങ്ങനെ പ്രതിരോധിച്ച് നിന്നു എന്നതൊരു മാതൃകയാണ്. അതിനപ്പുറത്തേക്ക് യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ സംസ്ഥാനം അതിനപ്പുറത്തേക്ക് രാജ്യമൊക്കെ തന്നെ സുസജ്ജമാണ് എന്ന് മനസ്സിലാക്കുക. പൊതുജനങ്ങൾ യാതൊരു വിധത്തിൽ ആശങ്കപ്പെടുകയോ ജാഗ്രതപ്പെടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത് തന്നെയാണ് ഈ മോക്ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനമായി മോക്ഡ്രില്ലുകൾ നടപ്പാക്കുന്നത്. കാരണം തന്ത്രപ്രധാനമായ മേഖലകളിൽ അതീവ സുരക്ഷയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താവുമ്പോൾ ഈ ISRO കേന്ദ്രം നിൽക്കുന്നു, തുമ്പ VSSC കേന്ദ്രം, അതോടൊപ്പം തന്നെ ഈ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഫോർട്ട്, ഇത്തരത്തിലുള്ള പ്രധാന സ്ഥലങ്ങൾ, മറ്റ് ഡാമുകളുടെ സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ അതീവമായ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ജാഗ്രത എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിയന്തരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി സുസജ്ജമാണ് എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് ജനങ്ങൾക്കൊന്നും ഒരു കരുതൽ, ഒരു മുൻകരുതൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമോ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു പാനിക്കാകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് സർക്കാരും ഭരണകൂടമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ മോക്ഡ്രിൽ ജനങ്ങൾ ബോധവൽക്കരിച്ച് അതിനപ്പുറത്തേക്ക് അവർ ഇതിനോടൊപ്പം സഹകരിക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇന്നിപ്പോൾ അവധി സമയമാണ്, അതുകൊണ്ട് തന്നെ സ്കൂളുകളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ അതേസമയം ട്യൂഷൻ സെന്ററുകളോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കളിസ്ഥലങ്ങളോ അല്ലെങ്കിൽ അവധിക്കാല ക്ലാസുകളോ ഒന്നും തന്നെ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കരുത്. ഈ ഒരു സമയം, ഈ മോക്ഡ്രിൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയും ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളോട് സഹകരിക്കുക എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായൊരു നിർദ്ദേശവും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കൃത്യമായ ഒരു ഓർഡറും ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ നിന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഏത് രീതിയിലായിരിക്കും മോക്ഡ്രിൽ നടക്കുക, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സമാനമായൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് എങ്ങനെ സഹകരിക്കണം, ഇതൊക്കെ തന്നെ വ്യക്തമാകുന്ന രീതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പൊതുജനങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കണമെന്നാണ് അത് ഈ ദേവാലയങ്ങളായാലും ഒപ്പം തന്നെയും മതസംഘടനകളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും മറ്റെല്ലാ സംവിധാനങ്ങളും സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്.